കഴിഞ്ഞ ദിവസം പൊതുജനം കഴുതയല്ല സാറിന്റെ വാട്സാപ്പ് നമ്പറിലേക്ക് ഒരു സന്ദേശവും ദൃശ്യവും വന്നിരുന്നു. റോഡിന്റെ സംരക്ഷണ ഭിത്തി തകർന്ന് പെരുവഴിയിലായ ഒരു കുടുംബത്തിന് ദുരവസ്ഥ ഞങ്ങളെ അറിയിച്ചത് ജോജോ ജെയിംസ് എന്ന കൊല്ലം കിഴക്കേ കല്ലട സ്വദേശിയാണ്. വീട്ടിലേക്ക് പതിച്ച കല്ലും മണ്ണും ഒരു മാസമായിട്ടും നീക്കം ചെയ്യാത്ത കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. നിരവധി തവണ അധികൃതരെ അറിയിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. സംരക്ഷണ ഭിത്തി തകർന്നതോടെ റോഡിനെ ആശ്രയിക്കുന്ന 150 കുടുംബങ്ങൾ ഇപ്പോൾ ദുരിതത്തിലാണ്. ഒരു നാടൊറ്റപ്പെട്ടിട്ട് ഒരു മാസം അധികാരികൾ കാണുന്നില്ല. കണ്ടവർക്ക് പിന്നീട് അനക്കവുമില്ല. എന്തുകൊണ്ടാണ് ഈ നാട്ടുകാരെ ഇങ്ങനെ ദുരിതക്കയത്തിലാക്കിയിരിക്കുന്നത്? ഒരു മാസം മുമ്പ് പെയ്ത മഴയിലാണ് കൊല്ലം കിഴക്കേക്കല്ലട കൊച്ചിലാമൂട് റോഡിന്റെ സംരക്ഷണ ഭിത്തി ഒന്നാകെ ഇടിഞ്ഞത്. ചന്ദ്രബാബുവിന്റെ വീട്ടിലേക്ക് പിന്നാലെ എത്തിയത് പാറക്കൂട്ടവും മണ്ണും. വീട്ടിൽ ആളില്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവായി. വർഷങ്ങളായി ഞങ്ങൾ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നു മുതൽ ഈ മണ്ണിടിയുകയും ഇടുക്കുകയെല്ലാം ചെയ്യും. പഞ്ചായത്തിലും വില്ലേജിലും കളക്ടർക്കെല്ലാം ഞങ്ങൾ പരാതിപ്പെടുക. ആണ്ടോടാണ്ടുള്ള മഴയിൽ ഇത് വെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും ഉണ്ടാകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എല്ലായിടവും പരാതിപ്പെടുകയും എടുക്കുകയും ചെയ്തതാണ്. അവിടുന്ന് അങ്ങ് ഇതുവരെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. വീടിൻ്റെ സിറ്റൗട്ടും കൈവരികളും അടുക്കളയും കതകും തകർന്നു. റോഡിൻ്റെ അപകടാവസ്ഥ സംബന്ധിച്ച പലതവണ പരാതി ഉന്നയിച്ചതാണ്. പക്ഷേ നടപടി ഒന്നുമേ ഉണ്ടായില്ല. സംരക്ഷണ ഭിത്തിയാണ് ഈ വീട്ടിലേക്ക് ഒരു മലവെള്ളപ്പാച്ചിൽ ഒന്നാകെ ഒലിച്ചിറങ്ങിയെത്തിയത്. വീട്ടിൽ ആൾതാമസമില്ലാത്തതിനാൽ വലിയ ദുരന്തം തന്നെയാണ് ഒഴിവായത്. പിന്നീട് അധികാരികൾ പലകുറി വന്നു, പക്ഷേ ഒന്നും ഉണ്ടായില്ല. അപകടം ഉണ്ടായി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മണ്ണ് നീക്കം ചെയ്യാനും നടപടി ഉണ്ടായില്ല. ഇതോടെ ചന്ദ്രബാബുവും കുടുംബവും വാടക വീട്ടിലേക്ക് മാറേണ്ടി വന്നു. ഇത് സംഭവിച്ചിട്ട് ഒരു മാസത്തിൽ കൂടുതലായി. കഴിഞ്ഞ മാസം മെയ് 30-ാം തീയതിയാണ് രാവിലത്തെ മഴയ്ക്ക് ഇതെല്ലാം ഇടിഞ്ഞു വീണത്. പലതവണയായിട്ട് നമ്മൾ അപേക്ഷ കൊടുക്കുകയും അത് MLA വന്ന് കാണുകയും കണ്ടുപോവുകയും ചെയ്ത് മാത്രമേ ഉള്ളൂ. അതിനെക്കുറിച്ച് കറക്റ്റുകൾ നമുക്കൊന്നും അറിയത്തില്ലായിരുന്നു. റോഡിലെ ഗതാഗതം സർക്കാർ നിരോധിച്ചു. ഇതോടെ റോഡ് ഉപയോഗിക്കുന്ന 150 കുടുംബങ്ങളും അനാഥമായി. എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് ഇന്ന് ഈ നാട്ടിലെ കുറേ കുടുംബങ്ങൾ. റോഡ് ഇടിഞ്ഞു വീണതിന് പിന്നാലെ ഗതാഗതം നിരോധിക്കാൻ അധികാരികൾ കാണിച്ച ആ തിടുക്കം റോഡ് ഗതാഗത യോഗ്യമാക്കാൻ കൂടി ഉണ്ടാകേണ്ടതാണ്. കണ്ണടച്ചിരിക്കുന്ന അധികാരവർഗങ്ങൾ ഇത് കാണാതെ പോകരുത്. കാരണം ഇത് ഒരാളുടെ മാത്രം പ്രശ്നമല്ല, 150 കുടുംബങ്ങളുടെ പ്രശ്നമാണ്. പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായേ മതിയാവും, അത് ഏത് തലത്തിൽ നിന്നായാലും. കൊല്ലത്തുനിന്ന് ക്യാമറാമാൻ രാജ്കിറിനൊപ്പം അരുൺ രാജ്, 24. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ അധികൃതരുടെ അനാസ്ഥ, ആ അനാസ്ഥയിൽ സ്വന്തം വീട്ടിൽ കിടക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ആ കുടുംബത്തിന്. പ്രതികരണങ്ങളിലേക്കാണ് ഇനി. ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നില്ല. ഈ ജനങ്ങളെല്ലാം വളരെ വലിയ പ്രതിഷേധത്തിലാണ് അവർ നിൽക്കുന്നത്. ഇവിടുത്തെ രോഗാവസ്ഥയിലായി കിടക്കുന്ന പാവങ്ങൾക്ക് ഈ ചാനലിലൂടെയെങ്കിലും ഇതിനൊരു നീതി ലഭിക്കണമെന്ന്. 2 മാസമായി ഈ വീട് ഇത് ഇടിഞ്ഞ് വീണിട്ട്. ഇത്രയും നാളായി അവർ 3-4 വീട്ടിൽ താമസിക്കുന്ന വീടാണ്. 3-4 പേര് നിന്ന് താമസിക്കുന്ന വീടാണ്. ഇതെങ്ങനെയെങ്കിലും പെട്ടെന്ന് ചെയ്തു കൊടുക്കണം. അവർക്ക് ജീവിക്കട്ടെ. ഈ റോഡിൻ്റെ ഈ അവസ്ഥ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 1.5 മാസത്തിലധികമായി. അധികാരികളുടെ ശ്രദ്ധ പല മാധ്യമങ്ങളിലൂടെ വന്ന് അവരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടെങ്കിൽ തന്നെയും അവർ ഒരു കണിക പോലും അതിന് അടിയന്തരമായൊരു നടപടികളിലേക്ക് നീങ്ങി ഇതുവരെയായിട്ട് പോയി. നമ്മൾ നേരത്തെ കോട്ടയം വാർത്ത നൽകിയിരുന്നു. അവിടുത്തെ വെള്ളമില്ലാത്ത ജനതയുടെ ദുരിതം ചൂണ്ടിക്കാണിച്ചിരുന്നു. മിനി ബാബു പറയുന്നുണ്ട് വെള്ളമില്ലാത്ത ജീവിതം കഷ്ടമാണെന്ന്. നമ്മൾ ഓരോരുത്തരുടെയും ലൈഫിൽ ആ സ്ഥിതിയാണ് എങ്കിൽ ആലോചിച്ച് നോക്കുക. അപ്പോഴാണ് എത്ര വലിയ ദുരിതമാണ് ആ ജനത അനുഭവിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ.